നമ്മൾ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് കവറേജ് റേഷ്യോസിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസിലുള്ള ഈ 6 റേഷ്യോസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കവറേജ് റേഷ്യോസിലുള്ള 3 റേഷ്യോസാണ്. സോ കവറേജ് റേഷ്യോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ കമ്പ്യൂട്ടഡ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസ് ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസിൽ നിന്നാണ് സ്ട്രക്ചറൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ കവറേജ് റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോഫിറ്റ് ഓർ ലോസിൽ നിന്നാണ്. സോ ദീസ് റേഷ്യോസ് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഫേംസ് ഡെറ്റ് സർവീസിംഗ് കപ്പാസിറ്റി. ഡെറ്റ് സർവീസിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഡെറ്റ് എലമെൻറ്റ്, അതായത് മന്ത്ലി നമ്മൾ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് അത് കൊടുക്കാനുള്ള കപ്പാസിറ്റി എത്രയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനാണ് കവറേജ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് സ്ട്രക്ചറൽ റേഷ്യോസിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഹോൾ എമൗണ്ട്, അതായത് ഹോൾ നമ്മുടെ ഡെപ്റ്റ് ഫണ്ട് നമുക്ക് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓണർഷിപ്പ് ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ എന്നുള്ളതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ചറൽ റേഷ്യോസ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേസമയം കവറേജ് റേഷ്യോസ് എന്തിന് വേണ്ടിയിട്ടാണ്? ഫേംസിൻ്റെ ഡെറ്റ് സർവീസിംഗ് കപ്പാസിറ്റി. ഡെറ്റ് സർവീസിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഡെറ്റിന് സർവീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻറ്റ് പേ ചെയ്യുക. സോ ഡെറ്റ് സർവീസിംഗ് കപ്പാസിറ്റി മീൻസ് the ability of the firm to make periodic payment of interest and preference dividend. So ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കവറേജ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെറ്റ് സർവീസിംഗ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദറ്റ് ഈസ് എത്രയാണ് കമ്പനിയുടെ എബിലിറ്റി ടു മേക്ക് ദ പീരിയോഡിക് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻറ്റ്. സോ കവറേജ് റേഷ്യോസിൽ 3 പ്രധാനപ്പെട്ട കവറേജ് റേഷ്യോസ് ആണുള്ളത്: ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ ആൻഡ് ഓവറോൾ കവറേജ് റേഷ്യോ. So interest coverage ratio. Interest coverage ratio is also known as debt service ratio. അതായത് ഡെറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ്, ഇതാണ് ഡെറ്റായിട്ട് വരുന്നത്. ഈ ഡെറ്റ് സർവീസ് ചെയ്യുന്ന റേഷ്യോ ആണ്. അതായത് ഇൻട്രസ്റ്റ് ആർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുക? ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ ലോങ് ടേം ലോൺസ് എടുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ, ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. അതായത് എത്രത്തോളം പ്രോഫിറ്റിൽ നിന്നും എത്രത്തോളം നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള, എത്ര സമയം, എത്ര ടൈംസിൽ നമുക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്രോഫിറ്റ്, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ അത് നമുക്ക് എത്ര തവണ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ വേണ്ടി പറ്റും, അത് നമ്മളുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ പറയുന്നത് 6 to 7 ടൈംസ് ആണ്. അതായത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നും 6 to 7 ടൈംസ് വരെ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്റ്റാണ് ആ കമ്പനി. എന്താണ്? ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ളൊരു കമ്പനിയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 to 7 ടൈംസ് ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ടൈംസിൽ നമ്മൾ മെഷർ ചെയ്യും. നമ്മൾ റേഷ്യോസ് പലതരത്തിൽ 4 കാറ്റഗറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു: പ്രൊപ്പോർഷൻ, പേഴ്സൻറ്റേജ്, ടൈംസ്, അതേപോലെ തന്നെ ഫ്രാക്ഷൻ. അതിൽ നമ്മൾ മെയിനായിട്ട് പ്രൊപ്പോർഷനും പേഴ്സൻറ്റേജും ആണ് എപ്പോഴും യൂസ് ചെയ്യാറ്. പക്ഷേ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോസിൽ നമ്മൾ എപ്പോഴും ടൈംസിലാണ് പറയുക. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 6 to 7 ടൈംസിന് കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കമ്പനിക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ കുറച്ച് റിസ്ക്കിയാണ്. അതായത് പ്രോഫിറ്റ് കുറച്ചും കൂടെ കുറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമ്മൾ കട എടുത്തിട്ട് വേണ്ടി വരും ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ വേണ്ടി വരിക. അതുകൊണ്ട് ഐഡിയൽ ആയിട്ടുള്ള റേഷ്യോ 6 to 7 ടൈംസ് ആണ്. ഇനി ഇതിൽ വേറെ പറയാനുള്ളൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് യൂസ് ചെയ്തിട്ടുള്ളത്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റ്. അതായത് ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം പ്രോഫിറ്റിൽ നിന്നും ആർക്കാണ് കൊടുക്കുക? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കുന്നു. അതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റും അതേപോലെ തന്നെ റിസർവ് ആയിട്ട് മാറ്റി വയ്ക്കുന്നതും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമുള്ള പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അതാണ് നമ്മൾ ഈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ലോങ് ടേം ക്രെഡിറ്റേഴ്സ്. ഹൗ മെനി ടൈംസ് ദ ഇൻട്രസ്റ്റ് ചാർജസ് ആർ കവേർഡ് ബൈ ദ ഏർണിങ്സിനെ എത്രത്തോളം ഇൻട്രസ്റ്റ് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? മിനിമം ഒരു 6 മുതൽ 7 വരെ കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള കമ്പനി എന്ന് പറയാൻ പറ്റുള്ളൂ. It indicates the ability of the company to pay interest to creditors and it reflects the financial strength of the company.
സോ ഇങ്ങനെയാണ് നമ്മളിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഹയർ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ങർ ദ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു പേ ഇൻട്രസ്റ്റ്. 6 to 7 ടൈംസിൽ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് പറയാം, കമ്പനി സ്ട്രോങ് ആണ് എന്ന് പറയാം. ബട്ട് ടു ഹൈ എ റേഷ്യോ മേ ഇംപ്ലൈ അൺയൂസ്ഡ് ഡെറ്റ് കപ്പാസിറ്റി. വളരെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളുടെ ഡെറ്റ് അൺയൂസ്ഡ് ഡെറ്റ് കപ്പാസിറ്റി ആണ് സൂചിപ്പിക്കുന്നത്. അതായത് വളരെ കൂടുതലാവുക എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് വളരെ കൂടുതലാണ് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീണ്ടും ഡെറ്റ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അൺയൂസ്ഡ് ഡെറ്റ് കപ്പാസിറ്റി. നമുക്ക് ഡെറ്റ് ഇനിയും റൈസ് ചെയ്യാം. ഇപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നോക്കാം. ഈ ഇക്വേഷനിൽ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് വളരെ കൂടുതലാകുമ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റിനെ അപേക്ഷിച്ച് ഇത് കൂടുതലാകുന്ന സമയത്താണ് നമുക്ക് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുതലാവുക, വളരെ കൂടുതലാവുക. അപ്പോൾ ഒരു 10 ടൈംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് 10 ഇരട്ടി പ്രോഫിറ്റിൽ നിന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, വീണ്ടും നമുക്ക് ഡിബഞ്ചേഴ്സിനെ അക്വയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ നമ്മൾ അക്വയർ ചെയ്തിട്ടില്ല. സോ അതൊരു ഡീമെറിറ്റാണ്. അപ്പോൾ വളരെ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അൺയൂസ്ഡ് ഡെറ്റ് കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഒരു മിനിമം റേഞ്ച് വരുന്നത് എത്രയാണ്, 6 to 7 ടൈംസ് ആണ്. ഓക്കെ, ഇനി ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ എന്താണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലോ റേഷ്യോ മേ ഇൻഡിക്കേറ്റ് എക്സസീവ് യൂസ് ഓഫ് ഡെറ്റ് ആൻഡ് ദ ഇൻഎബിലിറ്റി ടു ഓഫർ അഷ്യൂർഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ക്രെഡിറ്റേഴ്സ്. ലോ റേഷ്യോ ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് അത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നില്ല, അതായത് നമുക്ക് ക്രെഡിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. അതേപോലെ തന്നെ എക്സസീവ് യൂസ് ഓഫ് ഡെറ്റ് കണ്ടൻറ്റ് നമ്മൾ വളരെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡെറ്റ് നമ്മൾ വളരെ യൂസ് ചെയ്യുന്ന സമയത്താണ് ലോ റേഷ്യോ വരുന്നത്. സോ അതും നല്ലതല്ല. കൂടുതലായിട്ടുണ്ടെങ്കിൽ അൺയൂസ്ഡ് ഡെറ്റ് കപ്പാസിറ്റിയും, കുറവായിട്ടുണ്ടെങ്കിൽ എക്സസീവ് യൂസ് ഓഫ് ഡെറ്റും ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് രണ്ടും എന്താണ്, ദിസ് മേ അഫക്റ്റ് ദ സോൾവൻസി ഓഫ് ദി ഫേം. ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സോൾവൻസിനെ ബാധിക്കും. സോ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് റേഷ്യോയിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും. കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയുന്നു, അൺയൂസ്ഡ് ഡെറ്റ് കപ്പാസിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു എക്സസീവ് യൂസ് ഓഫ് ഡെറ്റ് ആണെന്നുള്ളത് പറയുന്നു. ഓക്കെ, സോ ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം ചെയ്യാം. The operating profit of A Limited after charging interest on debentures and tax is 1,60,000. ഓക്കെ, സോ പ്രോഫിറ്റ് ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ്, അതായത് ഇൻട്രസ്റ്റും ടാക്സൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം നമ്മളുടെ പ്രോഫിറ്റ് എത്രയാണ്, 1,60,000 ആണ്. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, 40,000. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 80,000. ഇനി ഇതിൽ നിന്നും നമ്മളോട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, PBIT, പ്രോഫിറ്റ് ബിഫോർ അല്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്, പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എപ്പോഴാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടുക? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്നും നമ്മൾ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ടാക്സും കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടുക. സോ നമുക്ക് തന്നിട്ടുള്ള ഐറ്റം എന്താണ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1,60,000 ആണ്. സോ നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിന് റിവേഴ്സ് ചെയ്താൽ മതി. അതായത് 1,60,000 നിന്നും ടാക്സും ഇൻട്രസ്റ്റും ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. സോ ഈ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമ്മൾ ഈ ഇക്വേഷനിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ആഡ് ബാക്ക് ചെയ്ത് നോക്കാം. പ്രോഫിറ്റ് ബിഫോർ ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്രയാണ്, 1,60,000 ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 40,000 ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടാക്സ് എന്ന് പറയുന്നത്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് 80,000 ആണ്. സോ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2,80,000 ആണ്. സോ ഇതാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 2,80,000. ഇനി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 40,000 ആണ്. സോ നമുക്ക് സിമ്പിളായിട്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് 2,80,000 ഡിവൈഡഡ് ബൈ 40,000.
ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 7 ടൈംസ്. ഇവിടെ നമ്മൾ 7:1 എഴുതണ്ട, പിന്നെ 7 പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്, എത്രയാണ് ടൈംസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ ആൻസർ കിട്ടുന്നത് ആ ആൻസർ എഴുതിയിട്ട് അത് 7 ടൈംസ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ 7 ടൈംസ് എന്ന് പറയുമ്പോൾ 40,000 നമുക്ക് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ്. ഈ 40,000 ഏഴ് തവണ, അതായത് 7 4 28 7 തവണ കൊടുക്കാനുള്ള കപ്പാസിറ്റി ബിസിനസ്സിനുണ്ട്. സോ അത് നല്ല സിമ്പിളാണ് കാണിക്കുന്നത്, കാരണം അത് കൂടുതലുമല്ല കുറവുമല്ല. സോ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക, ഇൻട്രസ്റ്റ് ഈസ് കവേർഡ് ബൈ ദ പ്രോഫിറ്റ് 7 ടൈംസ്. This means that even if the firm's earnings before interest and tax falls to 1/7 of the present level, the company can pay interest on loan. ഓക്കെ, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് ഇനി വരും കാലങ്ങളിൽ 1/7 ആയിട്ട്, അതായത് 1/7 പ്രസൻറ്റ് ലെവലിൻ്റെ 1/7 ആയിട്ട് പിന്നെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോഴാണ് അതായത് ഒരു പ്രാവശ്യം കൊടുക്കേണ്ടതാണെങ്കിൽ 40,000, അത് 7 തവണ വരെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ദ കമ്പനി ഹാസ് ദ കപ്പാസിറ്റി ടു പേ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇതിനെ കൺക്ലൂഡ് ചെയ്യുക, ദ ഫേം ഈസ് ഫിനാൻഷ്യലി സൗണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The next, dividend coverage ratio. Dividend coverage ratio എന്ന് പറയുമ്പോൾ it measures the ability of the company to pay dividend on preference shares. സോ ഇവിടെ പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രിഫറൻസ് ഷെയർസിന് എന്താണ് ഒരു പ്രത്യേകത ഉള്ളത്, അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അവർക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് കിട്ടാനും അതേപോലെ തന്നെ റീപേയ്മെൻറ്റിനുള്ള ടൈംലി റീപേയ്മെൻറ്റും അതിനുള്ള പ്രിഫറൻസ് ഉണ്ട്. സോ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻറ്റ് അവർക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി എത്രയുണ്ടെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോൻ്റെ ഇക്വേഷൻ നോക്കുക, ഇവിടെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇൻട്രസ്റ്റും കൊടുത്തതിന് ശേഷം ടാക്സും കൊടുത്തതിന് ശേഷമുള്ള ഏർണിങ്സ് ആണ് നമ്മൾ ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻറ്റ്. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നതാണ് 1,60,000. സോ ഈ 1,60,000 തന്നെയാണ് ഇവിടെ ഈ ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ്, മറ്റത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഇനി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. ഓക്കെ, സോ ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോസിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ സേഫ്റ്റി മാർജിൻ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന അവരുടെ സേഫ്റ്റി മാർജിനാണ് ഉദ്ദേശിക്കുന്നത്. ഹയർ ദ റേഷ്യോ ബെറ്റർ ഈസ് ഫ്രം ദ പോയിന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ എത്രത്തോളം കൂടുന്നുണ്ടോ അത്രയും നല്ലതാണ്. ഓക്കെ, ദെൻ ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ. സോ ടോട്ടൽ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് റേഷ്യോസിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ടോട്ടൽ അല്ലെങ്കിൽ ഓവറോൾ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് മെഷേഴ്സ് ദ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു സർവീസ് ഓൾ ഫിക്സഡ് ഒബ്ലിഗേഷൻസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഏർണിങ്സ്. കമ്പനിയുടെ ഏർണിങ്സിൽ നിന്നും കമ്പനിയുടെ ടോട്ടൽ ഫിക്സഡ് ഒബ്ലിഗേഷൻസും പേ ചെയ്യാനുള്ള കപ്പാസിറ്റി എത്ര ഉണ്ടെന്നുള്ള മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവറോൾ കവറേജ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഓവറോൾ കവറേജ് റേഷ്യോ ആണ്. ഓവറോൾ കവറേജ് റേഷ്യോ ഈസ് ഇക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജസ്. ഓക്കെ, EBIT ഇവിടെ നമ്മൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എടുക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിലുള്ള നോമിനേറ്ററാണ് എടുത്തിട്ടുള്ളത്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സഡ് ചാർജസ്. ഈ ടോട്ടൽ ഫിക്സഡ് ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടോട്ടൽ ഫിക്സഡ് ചാർജസ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റും പെടും, പിന്നെ അതേപോലെ തന്നെ ഡിവിഡൻറ്റും വരും. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഓവറോൾ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ടോട്ടൽ
സോ ഇത്രയാണ് നമ്മൾ ടോട്ടൽ ലിവറേജ് റേഷ്യോസിനെ കുറിച്ച് പറയാനുള്ളത്. ലിവറേജ് റേഷ്യോസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സ്ട്രക്ചറൽ റേഷ്യോസും കവറേജ് റേഷ്യോസും. സ്ട്രക്ചറൽ റേഷ്യോസ് നമ്മൾ 6 റേഷ്യോ ഡിസ്കസ് ചെയ്തു. ഓരോ റേഷ്യോസിനും ഓരോ പർപ്പസ് ആണുള്ളത്, ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ആണുള്ളത്. ദെൻ ഈ സ്ട്രക്ചറൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റത്തിൽ നിന്നാണ്. കവറേജ് റേഷ്യോ നേരെ മറിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസിൽ നിന്നാണ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് 3 തരത്തിലാണുള്ളത്: ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആൻഡ് ഓവറോൾ coverage ratio. Okay.